ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിവിടെ നല്ല മഴയാണ്. അതിനിടയ്ക്ക് നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വെറുതെ ഇരിക്കാൻ നേരത്ത് ഈ പണി ചക്ക സീസണാണല്ലോ, അപ്പോൾ ചക്കയൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ കഴിയാനാവുമ്പോഴത്തേനും നമ്മൾ കുറേ ചക്ക വരട്ടിയത് വെച്ചു. പിന്നെ ചക്ക അല്ലാണ്ട് ഫ്രീസറിൽ എയർ ടൈറ്റ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കുറച്ചുകൂടി ചക്കയേ ഉള്ളൂ, ഏകദേശം തീരാനായി. അപ്പം നമ്മൾ വിചാരിച്ചു ചക്ക വറുത്തതും കൂടി ആക്കി വെക്കാമെന്ന്. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് എല്ലാവരും. അപ്പം നമുക്കത് കാണാട്ടോ. വീട്ടിലാണുള്ളത്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ചക്ക വറുത്ത് കഴിയുമ്പോൾ വൈകുന്നേരം നല്ല ചൂട് കട്ടൻ ചായയും ചക്ക വറുത്തതും കഴിക്കുകയും ചെയ്യാം. നല്ല മഴയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും തകൃതിയായി ചക്ക വെട്ടുന്നതിൻ്റെ അരിയുന്നതിൻ്റെ ഒക്കെ പണിയിലാണ്. ഒരു ഗർഭിണി ഇവിടെ ഇരുന്ന് ചക്ക നുറുക്കുന്നുണ്ട്. ചക്ക നന്നാക്കി കൊടുക്കുന്നു. മമ്മി ഇവിടെ ചക്ക വെട്ടുന്നു. അമ്മ ഇവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചക്കപ്പുഴുക്കും ചക്ക വറുത്തതൊക്കെ ആയിട്ട് കാണാം. നമ്മുടെ ചക്കപ്പുഴുക്കിനുള്ള ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുഴുങ്ങിയെടുക്കണം. ഇത് ചക്ക വറക്കാൻ വേണ്ടിയിട്ട് അരിയാൻ വേണ്ടി നന്നാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നീളത്തിൽ അരിഞ്ഞെടുക്കാനുണ്ട്. ചക്കേനെക്കാട്ടും വേസ്റ്റല്ലേ ഉള്ളേ. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചക്ക വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് നീളത്തിൽ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി. എന്നിട്ട് വേണം ഇത് വറുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചായക്ക് നമുക്ക് ചക്ക വറുത്തത് കൂട്ടി കഴിക്കാൻ പറ്റും. പിന്നെ ആദൂട്ടനാണെങ്കിൽ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കളി നടക്കുന്നു. നമ്മൾ ചക്ക അരിയുന്നു, അമ്മ ചക്ക കഴിക്കുകയൊക്കെയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അരിഞ്ഞ് നമ്മുടെ റെഡിയായ ചക്കയൊക്കെ ഇവിടെ നമ്മൾ വറക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ഉരുളിയിൽ എണ്ണ എടുത്തിട്ട് നമ്മൾ അതിൽ എന്തൊക്കെയാണ് ഇട്ട് വെളുത്തുള്ളി കറിവേപ്പില ചതച്ചിട്ടോ. വെളുത്തുള്ളി ചതച്ച് കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പിടും. ഒന്നായി വരുമ്പോൾ മഞ്ഞപ്പൊടി ഉപ്പിടും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക അരിഞ്ഞ് കഴിയുമ്പം അതിൽ മഞ്ഞപ്പൊടി ഉപ്പാണ് ഇടുന്നത്. ഈ പ്രാവശ്യം വീടിനടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു ഇങ്ങനെ, അപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പ് നേരത്തെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക ഒന്ന് കുഴയും, പിന്നെ കുറേ സമയം എടുക്കുന്നു ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നായതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചക്കയ്ക്ക് പെട്ടെന്ന് പിടിക്കും. ഇനി നല്ല കറുമുറ ആവണ വരെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചക്ക വറുത്തായിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി അല്ലേ. അപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് ഇടാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഇനി അത് ചക്ക അരിഞ്ഞത് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു മിക്സറൊക്കെ തിന്നുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരും. ഒരു വെറൈറ്റി ചക്ക വറുക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.